പ്രിയമുള്ളവരെ, യു ഡി എഫിൻ്റെ 1/3 വോട്ട് വിഹിതം കൈവശമുള്ള മുസ്ലിം ലീഗ് എന്ന പാർട്ടി 20 സീറ്റിൽ നിന്നും ഒരു 3 സീറ്റ് ലഭ്യമാക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാട് കാണുമ്പോൾ ഈ മുന്നണിയിൽ ഇവർ എന്ത് നേടുന്നു, എന്ത് പരിഗണന ഇവർക്ക് കിട്ടുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കൽ ഒരാവശ്യമായി വന്നിരിക്കുകയാണ്. 20 സീറ്റിൽ അതിൻ്റെ 1/3 അർഹതയുള്ള ഒരു പാർട്ടി, വോട്ട് വിഹിതത്തിൽ 1/3 യു ഡി എഫിൻ്റെ വോട്ട് ലീഗിൻ്റേതാണെന്ന് കോൺഗ്രസ് പോലും സമ്മതിക്കേണ്ടി വരും. സംശയമുണ്ടെങ്കിൽ സൗഹാർദ്ദ മത്സരം നടത്തി വേറിട്ട് മത്സരിച്ച് അത് തെളിയിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള 20-ൽ നിന്ന് ഒരു 7-8 സീറ്റ് അർഹമായ മുസ്ലിം ലീഗ് ഇക്കാലം അത്രയും 2 സീറ്റിൽ തളച്ചിട്ട് 3 സീറ്റ് കൊടുത്തിട്ട് അത് പിന്നിലൂടെ മുമ്പ് വടകരയിലുമൊക്കെ വലിച്ചതുപോലെ വലിച്ച് അവസാന പ്രഖ്യാപനത്തിൽ 2 മാത്രം ആക്കി. ഇവരെ എല്ലാ കാലഘട്ടത്തിലും 3-ലൂടെ ചർച്ച നടത്തി, എല്ലാത്തിനും ചർച്ച നടത്തും. ഉഭയകക്ഷി ചർച്ചയും മറ്റേ ചർച്ചയൊക്കെ നടക്കും. അവസാനം ഒന്നും ഉണ്ടാവില്ല. യു ഡി എഫിൽ പ്രത്യേകമായി നടക്കുന്ന സാധനമാണ്. ആരെന്ത് വോട്ട് ചോദിച്ചാലും ശരി ചർച്ച നടക്കും. ചർച്ച നടത്തി അവരാണ്ട് ഇരപ്പാക്കിയിട്ട് ഒന്നും ഉണ്ടാവില്ല. കൊണ്ടുപോകാനുള്ളതൊക്കെ കോൺഗ്രസ് മാത്രമായിട്ട് കൊണ്ടുപോകും. ബാക്കിയുള്ളവർക്കൊക്കെ ആദ്യം പറഞ്ഞാൽ അതിലുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഈ ഒരവസ്ഥയാണ് യു ഡി എഫിൻ്റെ പൊതുവെയുള്ള സംവിധാനം. അതിൻ്റെ ഏറ്റവും വലിയ ബലിയാടായി ഇതുവരെ നിന്നു കൊടുത്തിട്ടുള്ളത് വോട്ട് വിഹിതമുണ്ടായിട്ടും അതിൻ്റെ പകുതി ശക്തിക്കുള്ള അനുസരിച്ചുള്ള സീറ്റ് പോലും വകവെച്ച് കൊടുക്കാതെ എന്നും ഒരു യാചനയുടെ സ്വരത്തിൽ അവസാനം വരെ ചർച്ച ചെയ്ത് മുന്നണി വിടുമോ എന്ന് സംശയിച്ച് ജനങ്ങളെ ആശങ്കയിലാക്കി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ലീഗിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയുള്ള ഒരു പെടാപാടിലാണ് അവരുള്ളത്. ഇത് ഗഡ്സുള്ള ഒരു നേതാവ് മുസ്ലിം ലീഗിനില്ല എന്നതുകൊണ്ടാണ്. മതവും രാഷ്ട്രീയവും അറിയാത്ത ഒരു പ്രസിഡൻറ്റും ചാണക്യനാണെന്ന് ജനങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്രട്ടറിയും, ഇതാണ് ഇപ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥ. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും മതവും ഒന്നും അറിയില്ല എന്ന് പ്രസിഡന്റിനെ കുറിച്ച് ആർക്കും ബോധ്യപ്പെടും. അതേസമയം മറ്റേ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ വലിയ ചാണക്യനായിരുന്നില്ലേ, അദ്ദേഹം സേട്ടുവിനൊക്കെ തുമ്പില്ലാതാക്കിയ ആളല്ലേ എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും കേരളത്തിൽ യാതൊരു വേരുമില്ലാത്ത കേവലം ആവേശത്തിൻ്റെയും വികാരത്തിൻ്റെയും പേരിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്ന യുവാക്കളുടെ മാത്രം ആവേശമായി കൊണ്ടിരുന്ന സേട്ടുവിനെ ഇവരുടേതായ ഈ തറവാടി ഭക്തും മറ്റുമൊക്കെ കാണിച്ചിട്ട് ജനങ്ങളെ പ്രകോപിപ്പിച്ച് സേട്ടുവിനെ തുമ്പില്ലാതാക്കി എന്നുള്ളത് ശരിയാണ്. എങ്കിലും അതൊരു പ്രത്യേകമായ കഴിവുകൊണ്ടല്ല. അതേസമയം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് യാതൊരു വിജ്ഞാനവുമില്ല എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയതാണ്. എല്ലാ നിലക്കും തോറ്റമ്പിയ ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. ഒരിക്കലും യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയില്ല സംസ്ഥാന ഭരണത്തിൽ എന്ന് ഉറപ്പുള്ള സമയത്ത് ഡൽഹിയിൽ നിന്നും അദ്ദേഹം തിരിച്ച് വണ്ടി കയറിയിട്ട് ആ എം പി സ്ഥാനം കളഞ്ഞ് ഇവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുന്നോട്ട് പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഇതിന് 2 കാരണങ്ങൾ പറയാറുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനം, ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിച്ചു പോയതാണ്. പക്ഷേ അദ്ദേഹം വയനാടിൻ്റെ പ്രധാനമന്ത്രി മാത്രമായപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു സംസ്ഥാന മന്ത്രിയെങ്കിലും ആയെങ്കിൽ മതി എന്ന് വിചാരിച്ച് ഇപ്പോൾ അധികാരം കിട്ടും എന്നുള്ള ആർത്തിയോടുകൂടെ അദ്ദേഹം തിരിച്ചു വന്നു എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. മാത്രമല്ല, പാർലമെൻറ്റിൽ ഇ.ടി. ബഷീറൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ അദ്ദേഹത്തിന് വഴങ്ങുന്നില്ല, അതുകൊണ്ട് അവതരണത്തിലൊക്കെ വഷളത്തരമാകുന്നു എന്നതുകൊണ്ട് വന്നു എന്നും പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു വ്യാഖ്യാനം, ഒരുപാട് കാലം സംസ്ഥാന മന്ത്രിസഭയിലെ 2ാം സ്ഥാനത്ത് ഇരുന്ന ആൾ അവിടെ ഒരു മന്ത്രിസ്ഥാനം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെ കിട്ടുമെന്ന് വിചാരിച്ച് പോയ ആൾക്ക് അതുമില്ല,
അതിൻ്റെ പകുതിയുമില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ ഒരു അധികാര കൈമാറ്റം ഏതായാലും നടക്കും എന്ന് വിചാരിച്ച് പോകുന്ന ആളാണ്. അപ്പോൾ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഇവിടെ ഒരിക്കലും സംസ്ഥാനത്ത് ഗവൺമെൻറ് മാറാൻ സാധ്യതയില്ല എന്ന് അതിൻ്റെ മുമ്പ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തമാക്കേണ്ടതാണ് ബുദ്ധിയുള്ളവരാണെങ്കിൽ. പക്ഷേ ആ ബുദ്ധി അദ്ദേഹത്തിന് വർത്തിച്ചില്ല. അദ്ദേഹത്തിന് സ്വസ്ഥതയില്ല അവിടെ നിൽക്കുന്നതിന്. എങ്ങനെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അധികാരങ്ങളിൽ കയറണം എന്നുള്ള ആ ജാഗ്രതയോടുകൂടെ അദ്ദേഹം വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ചാണക്യ ബുദ്ധിയുമില്ല, സാമാന്യ രാഷ്ട്രീയ ബുദ്ധിയുമില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിന് മുമ്പൊക്കെ അദ്ദേഹത്തിന് പല കോപ്രയങ്ങളും അറിയാം, പല കുതന്ത്രങ്ങളും തന്ത്രങ്ങളുമൊക്കെ അറിയാമെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ കുതന്ത്രങ്ങളെക്കുറിച്ച് പലരും ഇപ്പോഴും വാചാലരാകാറുണ്ട്. തന്ത്രങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് പലരും വിശ്വസിക്കാറുമില്ല. ഈ ഒരവസ്ഥയിലാണ് ഇപ്പോൾ 3-ാം സീറ്റിൻ്റെ ചർച്ച നടന്നിട്ട് നേതൃത്വം എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഒരു ഗഡ്സോടുകൂടെ പ്രഖ്യാപിക്കാൻ കഴിവില്ലാത്ത ഒരു നേതൃത്വമായി ഇവർ മാറി എന്നതിൻ്റെ പേരിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. ഈ ചർച്ചകളെ കൊണ്ട് എന്താണ് കാര്യമുള്ളത്? ഇരു മുന്നണികളിലും അല്ലെങ്കിൽ അവരുടെ ഇരു കക്ഷികളിലും കോൺഗ്രസ്സിലും ലീഗിലുമുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവരുടേതായ ശത്രുത വർദ്ധിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാലുവാരാനും കൂറുമാറാനൊക്കെയുള്ള അവസരം ഉണ്ടാക്കുന്നു എന്നതിൽ കഴിഞ്ഞ് വേറെ യാതൊന്നും ഇതിൽ നടക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ലീഗിൻ്റെ ശക്തി ലീഗിൻ്റെ കമ്മിറ്റിക്ക് തിരിച്ചറിയുമായിരുന്നുവെങ്കിൽ ഒരൊറ്റ പ്രഖ്യാപനത്തോടുകൂടെ വരച്ച വരയിൽ കോൺഗ്രസിനെ നിർത്താനും 3 അല്ല 4 സീറ്റ് കോൺഗ്രസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാക്കാനും ആ പാർട്ടിക്ക് കഴിയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അവസാനം വരെയും 3-ാം സീറ്റ് എന്ന് പറയും, അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം 2-ാം സീറ്റിൽ ഒതുക്കും. അതൊക്കെ ഇതുവരെ പരിചയിച്ച തഴമ്പിച്ച കോൺഗ്രസ്സിനറിയാം ഇവർ ചാടിയാൽ എവിടെ വരെ ചാടും, മുട്ടോളം ചാടും, പിന്നെ ചട്ടിയിലായിരിക്കും എന്ന് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വേറെ ഒരവസ്ഥ അവർക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല. എന്നാൽ രാഷ്ട്രീയ ബോധമുള്ളവരായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു യാചനയോടുകൂടെ 3-ാം സീറ്റ് ചോദിച്ച് വഷളായി കീഴടങ്ങേണ്ട ഒരവസ്ഥ ഇത്തരത്തിൽ വേരോട്ടമുള്ളൊരു പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ പൂർവികരിൽപ്പെട്ട പലരുടെയും ഗുരുത്വം നേടാത്തത് കൊണ്ടോ മറ്റോ എന്തൊക്കെയായിരിക്കാം പാർട്ടി ഇങ്ങനെയായിപ്പോയി. അല്ലെങ്കിൽ ഉമ്മത്തിൻ്റെ തന്നെ ഗുരുത്തക്കേട്, ഉമ്മത്തിനെ തന്നെ കൊന്നുതള്ളുന്ന സ്വഭാവമായിരുന്നല്ലോ പലപ്പോഴും ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിക്കുകയായിരിക്കാം. 7 സീറ്റിനെങ്കിലും ചുരുങ്ങിയത് UDF അർഹതയുള്ള ലീഗ് 3-ാമത്തെ ഒരു സീറ്റിന് വേണ്ടി അധ്വാനിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ മേലെ വിവാദം നടത്തി മുഴുവൻ ചാനലുകളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വഷളാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന തീരുമാനം വിഷയമായിരുന്നു 3-ാം സീറ്റ് എന്നുള്ളത്. ഞങ്ങൾക്ക് 3 സീറ്റ് വേണം, ഇല്ലെങ്കിൽ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ആ വരച്ച വരയിൽ കോൺഗ്രസ് നിൽക്കും, 3 അല്ല 4 കൊണ്ടുവന്ന് തരുകയും ചെയ്യും. പക്ഷേ അതിനുള്ള ഉൾക്കരുത്ത് ഈ പാർട്ടിക്കും നേതാക്കൾക്കുമില്ല. കാരണം രാഷ്ട്രീയം അറിയാത്ത പ്രസിഡന്റ്, ബുദ്ധി ചാണക്യനെന്ന് കെട്ടിഘോഷിക്കപ്പെട്ട ഒരു വിശേഷണമുള്ള മറ്റേയാൾ. ഈ രീതിയിൽ പോയാൽ ഈ പാർട്ടിക്ക് രക്ഷയില്ല. ഇവിടെ കോൺഗ്രസ് ഇനി അവസാന ഘട്ടത്തിൽ മുന്നണി വിട്ടു എന്ന് കൂട്ടുക. ഉറപ്പായും അവർക്ക് പറയാൻ കഴിയും മലപ്പുറം സീറ്റിൽ ലീഗിന് ആരുടെ പിന്തുണയില്ലെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന കാര്യം. പൊന്നാനിയുടെ വിഷയത്തിലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ തീർപ്പുകൾ ഉണ്ടായിരിക്കും. കോൺഗ്രസും ലീഗും ഒറ്റക്ക് മത്സരിക്കട്ടെ. മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ് ലീഗിന് സീറ്റ് കൊടുക്കാത്തത് ചിലരൊക്കെ പറയും 3-4 സീറ്റിന് അർഹത ഉണ്ടെന്ന്, പിന്നെന്താ കൊടുക്കാത്തത്? അപ്പോൾ ഓരോരുത്തരുടെയും വോട്ട് വിഹിതം മനസ്സിലാക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാക്കി UDF കോൺഗ്രസും ലീഗും ഇത് മാറ്റിയാൽ ഇരു കൂട്ടർക്കും അവരുടെ ശക്തി തിരിച്ചറിയല്ലോ. ലീഗിന് 2 സീറ്റിനുള്ള ശക്തിയുള്ളൂ, വോട്ട വിഹിതമേ ഉള്ളൂ എങ്കിൽ 2 സീറ്റ് കൊടുത്താൽ മതി. കോൺഗ്രസ്സിന് 10 സീറ്റിനുള്ള അവകാശമോ അല്ലെങ്കിൽ 5 സീറ്റിനുള്ള എത്രയാണ് ബോധ്യപ്പെടുന്നത് വോട്ട് ഷെയർ വിഹിതത്തിൽ നിന്ന്, അത് കൊടുത്താൽ മതി. ആ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്ന നല്ലൊരു സുവർണാവസരമാണ്. ഒരു MP സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള പേടി ലീഗ് മാറ്റിവെച്ചാൽ പലപ്പോഴും ഭാവിയിൽ അവർക്ക് പലതും കൂടുതൽ നേടാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. 2 കൂട്ടരും അവരുടെ ശക്തി തെളിയിച്ചാൽ പിന്നെ ഒരു മുന്നണിയിൽ വരുമ്പോൾ അവർക്ക് അർഹമായ വോട്ട് വിഹിതം കാണിച്ച് 20-നനുസരിച്ചും 140-നനുസരിച്ചും ഇത്ര സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നിരാകരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അതിന് ഈ നേതാക്കൾക്ക് അതിനുള്ളതായ ഗഡ്സില്ല എന്നുള്ള ഒരു ന്യൂനതയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്.
അതിന് എന്തെങ്കിലും ബുദ്ധിപരമായി നീങ്ങാൻ കഴിയുന്ന രാഷ്ട്രീയം പഠിച്ചവരെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും മറ്റുമൊക്കെ വെച്ചിരുന്നുവെങ്കിൽ ഈ ദുരവസ്ഥ ആ പാർട്ടിക്ക് വരുമായിരുന്നില്ല എന്നാണ് പുറമേ നിന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാനും ആ ശക്തിക്കനുസരിച്ച് വിലപേശി തങ്ങൾക്കുള്ള സീറ്റുകൾ നേടിയെടുക്കാനും ഇക്കാലം അത്രയും വലിയ വലിയ നേതാക്കളൊക്കെ അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. മുമ്പൊക്കെ ചത്ത കുതിര എന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്ന് ഡയലോഗ് കൊണ്ടെങ്കിലും മറുപടി അറിയാൻ പറ്റുന്ന നേതാക്കളൊക്കെ അതിലുണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഡയലോഗ് കൊണ്ടും കഴിയുന്നില്ല, ശരിക്കൊരു തീരുമാനം എടുത്ത് വർപ്പിക്കാനും കഴിയുന്നില്ല. ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ പലപ്പോഴും ആ പാർട്ടിക്ക് ഭാവിയിൽ നഷ്ടമായിരിക്കും. അവരുടെ വ്യക്തിത്വം കാണിക്കാനും വോട്ടിൻ്റെ വിഹിതം കാണിക്കാനും മുന്നണിയിൽ വരുമ്പോൾ എത്രമാത്രം ശക്തിയുണ്ട് എന്ന് ശരിക്ക് തുറന്നു കാണിക്കാനും ഇരു കൂട്ടർക്കും വന്ന അവസരം അവർ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ ചർച്ചയ്ക്ക് നടക്കുമ്പോൾ പറയുന്നുണ്ട്, ലീഗിന് 3 സീറ്റ് കൊടുത്താൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അതെന്താണെന്നാണ് ഇതുവരെ മനസ്സിലാകാത്തത്. ഇവർ മാത്രം ഉണ്ടാക്കിയെടുത്തൊരു സന്തുലിതാവസ്ഥയാണ്. മുസ്ലിങ്ങളുടെ അത്ര ശതമാനമില്ലാത്ത ക്രിസ്ത്യൻസിന് ജയിക്കുന്ന 4 സീറ്റ്, 4 4 ഉണ്ട് എന്നാണ് എൻ്റെ ദൃഷ്ടിയിൽ. 4 MP ഇപ്പോൾ കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ MP മുസ്ലിങ്ങളെക്കാൾ എത്രയോ താഴെക്കടയിലാണ് അവരുടെ ശതമാനം കേരളത്തിൽ ജനസംഖ്യ. എന്നിട്ട് അവർക്ക് ജയിച്ച 4 MP നിലക്ക്, 4 ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, അതിലപ്പുറം ഉണ്ടെന്ന് അറിയില്ല. ഒരു ഈഡനുണ്ട്, അതുപോലെ ബെന്നി ബെഹനാനുണ്ട്, അതുപോലെ ഇടുക്കിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ മുമ്പത്തെ ഒരു പ്രസിഡൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അതുപോലെ ബെന്നി ബെഹനാൻ, ഇങ്ങനെ 4 പേര്, ആൻഡോ ആൻ്റണി, ഇങ്ങനെ 4 പേര് നമ്മളെ അറിയിൽ തന്നെ ഉണ്ട്. ഇനി അപ്പുറത്ത് വേറെ സീറ്റിലുണ്ടോ എന്നറിയില്ല. അപ്പം 4 MP ഇവിടെ ക്രിസ്ത്യൻസ് നിലനിൽക്കുന്നു കോൺഗ്രസ്സിലൂടെ. ഒരു മുസ്ലിമിനെ പോലും ചൂണ്ടിക്കാണിക്കാൻ അതിലില്ല. മുസ്ലിമിന് ആകെ ഈ ഇതിൽ കോൺഗ്രസ് സാധാരണ സീറ്റ് കൊടുക്കൽ തോൽക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റാണ് കൊടുക്കൽ. മുമ്പൊക്കെ കാസർഗോഡാണ് കൊടുത്തിരുന്നത്. അങ്ങനെ പല ആൾക്കാരെയും തോൽപ്പിച്ചു. ഒരു സീറ്റ് ആകെ ഒരു മുസ്ലിം നാമധാരിക്ക് കൊടുക്കുള്ളൂ, അത് ജയിക്കുന്നത് കൊടുക്കില്ല. ഇവിടെ പച്ചയായി ജയിച്ച 4ഉം 5ഉം സീറ്റും ക്രിസ്ത്യൻസ്. അതുപോലെ തന്നെ നായന്മാർക്ക് അവർക്കുള്ള പ്രാതിനിധ്യത്തിനേക്കാളും കൂടുതൽ സീറ്റ്, മറ്റുള്ളവർക്ക് അതിലേറെ സീറ്റ്. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ ജനപിന്തുണക്കനുസരിച്ച് അവരുടെ വോട്ട് വിഹിതമനുസരിച്ച് 6-7 സീറ്റിന് അർഹതയുണ്ട് എങ്കിൽ അവിടെ 3ാമതൊരു സീറ്റ് കൊടുത്താൽ സന്തുലിതാവസ്ഥ ഉണ്ടാകും. അത് 5ാം മന്ത്രി കൊടുത്തപ്പോൾ അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താ ഈ പാർട്ടിക്ക് അവരുടെ വോട്ടിംഗ് ഷെയർ അടിസ്ഥാനത്തിൽ മുന്നണിയിൽ 5ഉം 6ഉം 7ഉം മന്ത്രിമാരെ വാങ്ങിക്കൂടെ? അതിന് അർഹതയില്ലേ? അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സന്തുലിതാവസ്ഥയും അവിടെ ഭയങ്കര വിഭാഗീയതയും അവിടെ അച്ഛന്മാർ ഉറഞ്ഞു തുള്ളുമെന്നൊക്കെയുള്ള പേടി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ശക്തി തെളിയിക്കൂ. ഓരോരുത്തർക്കുള്ള വോട്ട് വിഹിതത്തിൻ്റെ ശേഷം ക്രിസ്ത്യൻസ് UDF എത്രയുണ്ട് അവർക്കനുസരിച്ച് സീറ്റ് അവർക്ക് കൊടുക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ള ജാതിക്കാരും മുസ്ലിങ്ങളും എത്ര അതിലുണ്ട് എന്ന് കണ്ടെത്തി കൊടുക്കട്ടെ. ലീഗിൻ്റെ വോട്ടിംഗ് ഷെയർ വിഹിതം കണ്ടറിയട്ടെ. അപ്പോൾ അതിനനുസരിച്ച് സീറ്റ് കൊടുത്താൽ ഈ സന്തുലിതാവസ്ഥ ചർച്ചകളൊക്കെ അവതാളത്തിലാകുമല്ലോ, നിരാകരിക്കാൻ കഴിയുമല്ലോ. പക്ഷെ അതിനൊന്നും ഇവിടെ തയ്യാറാകാറില്ല. ഈ ലീഗിൻ്റെ വിഷയം വരുമ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ചെയ്തതുപോലെ ഈ ലീഗിൻ്റെ പിന്തുണയില്ലാതെ കോൺഗ്രസ്സിന് മലബാറിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് അവർക്കൊക്കെ അറിയുന്നതാണ്. മുന്നണി എങ്ങാനും അവസാന അറ്റകൈക്ക് ലീഗ് മുന്നണി വിട്ടു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് 5ഉം 6ഉം സീറ്റുമായി ലീഗിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കും. പക്ഷേ അത് പ്രഖ്യാപിക്കാനുള്ള ഒരു നട്ടലുള്ള ഒരു നേതാവ് ലീഗിനില്ല. കാരണം ഈ രാഷ്ട്രീയം തിരിയാത്ത ആളുകളാണ് അഖിലേന്ത്യാ കമ്മിറ്റിയെ പോലും നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയാണ് ദേശീയ നേതാവ് എന്നാണ് ദേശീയ പ്രസിഡന്റ് പറയാറുള്ളത്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സൃഷ്ടിയായി പാർട്ടി മാറിയത് കൊണ്ട് അത് കോൺഗ്രസ്സൊക്കെ കണ്ടറിഞ്ഞത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇവരെ എങ്ങനെ കളിപ്പിച്ചാലും വേണ്ടിയില്ല, അവസാനം ചട്ടിയിൽ വീഴും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. എന്നാൽ ഒരു സമുദായ പാർട്ടി എന്ന നിലക്ക്, ആ പാർട്ടിയോട് താല്പര്യമുണ്ടായതിൻ്റെ പേരിലല്ല, സമുദായത്തിൻ്റെ പേരിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആധികാരിക പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. ആ പാർട്ടിക്ക് 543 സീറ്റിൽ ആകെ 2 സീറ്റാണ് പാർലമെൻറ്റിൽ ഉള്ളത് എന്ന് പറയുന്നതിനൊരു വൈരുദ്ധ്യമാണ്. അതൊന്നും 3ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഇവിടെ അനുവദിക്കുന്നില്ല. എല്ലാ കാലത്തും കോൺഗ്രസ് ലീഗിനെ പിഴിഞ്ഞിട്ട് അവർ ശക്തി സംഭരിക്കുകയായിരുന്നു.
മുമ്പൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു ഘടകകക്ഷി എന്ന നിലക്ക് ഒരു ചെറിയൊരു മന്ത്രിസ്ഥാനം, ഒരു സഹമന്ത്രിസ്ഥാനം പോലും കൊടുക്കാൻ ഇവർ തയ്യാറായില്ല. പ്രതിസന്ധി വന്ന് അവരുടെ എം പിമാരുടെയൊക്കെ കുറവ് വന്നപ്പോഴാണ് ഇവിടുന്ന് ഒരു കേന്ദ്ര സഹമന്ത്രിനെ തന്നെ അവർ കൊടുക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ മുമ്പ് കാലത്തൊക്കെ ഇവരുടെ ശക്തി ഊറ്റിക്കുടിച്ച് കോൺഗ്രസ് തടിച്ചു കൊഴുത്തു. അത് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ബുദ്ധിയില്ലാത്ത നേതൃത്വത്തിനുണ്ടായതുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കശപിശകളുമാണ് ഇതുള്ളത്. അപ്പോൾ ഈ വൈകിയ വേളയിൽ കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്തുവാനും ലീഗിന് അവരുടെ ശക്തി ബോധ്യപ്പെടുത്തി അവരിനി ആ മുന്നണിയിലേക്ക് തിരിച്ചു ശേഷം പോകാൻ നിർവാഹമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ലീഗിനെ എടുക്കാൻ പോകുന്നില്ല. കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനും കഴിയില്ല. ആ ഒരവസ്ഥയിൽ അവർ തമ്മിൽ വീണ്ടും കൂടിച്ചേരൽ നിർബന്ധമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും. ആ സമയത്ത് ഞങ്ങളുടെ ശക്തി ഇത്രയുണ്ട് എന്ന് കാണിച്ച് കോൺഗ്രസിൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് അർഹപ്പെട്ട സീറ്റ് നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ വാങ്ങിയെടുക്കാൻ കഴിയും. അതിനുള്ള ഒരു ദൃഢത, ഒരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീരുമാനത്തിലൂടെ, ഈ സീറ്റ് ചർച്ചയിൽ പാളിപ്പോയാലുണ്ടാകുന്ന തീരുമാനത്തിലൂടെ ഉണ്ടാവട്ടെ. അതിനുള്ള ഊർജ്ജം ഈ പാർട്ടിക്ക് ഉണ്ടാവട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്.